പീരീഡ്സിൻ്റെ സമയത്ത് വേദന കൊണ്ട് ബുദ്ധിമുട്ടാത്ത സ്ത്രീകൾ വളരെ കുറവാണ്. പലരും ക്ലിനിക്കിൽ വന്നിട്ട് ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരമുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പം പീരീഡ്സിൻ്റെ സമയത്തുള്ള ഈ വേദനയും ബുദ്ധിമുട്ടിനെയാണ് നമ്മൾ ഡിസ്മെനോറിയ എന്ന് പറയുന്നത്. രണ്ട് തരത്തിലാണ് ഡിസ്മെനോറിയ ഉള്ളത്. പ്രൈമറി ഡിസ്മെനോറിയ ഉണ്ട്, സെക്കൻഡറി ഡിസ്മെനോറിയ ഉണ്ട്. അപ്പോൾ പ്രൈമറി ഡിസ്മെനോറിയ എന്ന് പറഞ്ഞാൽ ആർത്തവം തുടങ്ങുന്ന കാലം തൊട്ട് അവർക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടാവുമായിരിക്കും. ഇത് നമ്മൾ സ്പാസ്മോഡിക് ഡിസ്മെനോറിയ എന്ന് പറയും. അതായത് നമ്മുടെ മെൻസസിൻ്റെ ഫ്ലോ തുടങ്ങുമ്പോഴായിരിക്കും ഈ വേദന ഉണ്ടാവുക. ആ ഫ്ലോ ഒന്ന് ശരിയാവുന്നത് വരെ 1-2 ദിവസം ആ വേദന നിലനിൽക്കും. അപ്പം അതിൻ്റെ കൂടെ അവർക്ക് ഓക്കാനം, ഛർദി, വയറിളക്കം അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ സ്കാൻ അല്ലെങ്കിൽ MRI ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ളൊരു പത്തോളജി അല്ലെങ്കിൽ കാരണം കണ്ടുപിടിക്കാൻ പറ്റില്ല. ഈ വേദന കാലക്രമേണ കുറയാണ് ചെയ്യുക. അതായത് ഒരു ഡെലിവറി ഒക്കെ കഴിയുന്ന സമയത്താണ് പ്രൈമറി ഡിസ്മെനോറിയയുടെ ബുദ്ധിമുട്ടുകൾ കുറയുന്നത്. ഇനി സെക്കൻഡറി ഡിസ്മെനോറിയ എന്ന് പറയുമ്പം ഗർഭാശയത്തിലുള്ള മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട്, അതായത് ഗർഭാശയ മുഴകൾ, എൻഡോമെട്രിയോസിസ്, അഡിനോമൈസിസ് പോലുള്ള എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് പീരീഡ്സിൻ്റെ സമയത്ത് വേദന വരുന്നതിനെയാണ് നമ്മൾ സെക്കൻഡറി ഡിസ്മെനോറിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആർത്തവത്തിൻ്റെ ആദ്യകാലങ്ങളിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. അവർക്ക് പുതിയതായിട്ട് വരുന്നൊരു വേദനയോ അല്ലെങ്കിൽ പഴയ വേദനയുടെ ശൈലി മാറി വരുന്നതോ ആയിരിക്കാം. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ കൺജസ്റ്റീവ് ടൈപ്പ് ഓഫ് ഡിസ്മെനോറിയാണ്. അതായത് പീരീഡ്സിന് 2 ദിവസം മുൻപേ അവർക്ക് വേദന ഉണ്ടാവുമായിരിക്കും. ആ പീരീഡ്സ് മൊത്തം അവർക്കത് ലാസ്റ്റ് ചെയ്യും. അതിൽ കൂടെ അവർക്ക് അസോസിയേറ്റഡ് ആയിട്ട് ഈ വെള്ളപ്പോക്ക് ഉണ്ടാവാം, ബ്ലീഡിങ്ങിൽ വ്യത്യാസം വരാം, ബന്ധപ്പെടുന്ന സമയത്ത് വേദന ഉണ്ടാവാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുവരാം. അപ്പോൾ ഇവിടെ കൃത്യമായിട്ടുള്ള ആ കാരണം കണ്ടുപിടിച്ച് അത് ചികിത്സിച്ചാൽ മാത്രമേ നമുക്ക് ആ വേദനയെ പരിഹരിക്കാൻ പറ്റൂ. അപ്പോൾ ഇനി നിങ്ങളുടെ ഡിസ്മെനോറിയ ഇതിൽ ഏതാണെന്ന് കണ്ടുപിടിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രം അത് പരിഹരിക്കാൻ ശ്രമിക്കും.